എനിക്ക് തോന്നുന്നത് ഇത്രയധികം റൈറ്റേഴ്സ് ഒരു സീരിയലിന് വേണ്ടി എഴുതുന്നത്, ഒരു സിറ്റ്കോമിന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെക്കോർഡായിരിക്കും. കുശലാന്വേഷണ നിലയിൽ രാധചേച്ചി ചോദിച്ചു, അണ്ണാ നമ്മുടെ മോൾ ഇവിടെ വന്ന നാട്ടിലുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അല്ല, ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ സത്യഭാമ, ഞങ്ങൾക്കുണ്ടായ മകൾ നിർമ്മല വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ടൈം എടുത്ത് നോക്കിയിട്ട് തിരിഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഇയാളിപ്പോൾ തിരിഞ്ഞു നോക്കും. ഞാൻ ഉടനെ തിരിഞ്ഞങ്ങ് നോക്കി. അപ്പോൾ നമ്മൾ ക്ലാഷ് നോക്കി, രണ്ടുപേരും ഫേസ് തന്നെ. അപ്പോൾ ഇവന് പിന്നെ തിരിയണോ നോക്കണമെന്ന് അറിയാത്ത കണ്ടീഷനായി. നിങ്ങൾ ആ മിന്നുകെട്ടിലൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ലുക്കാൻ്റെ, അത് സൂപ്പറായിരുന്നു. ഞാൻ ആലോചിക്കടാ, നീ ഇത് എവിടത്തുകാരടാ, ഇതൊക്കെ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്, 10 പേർ അറിയുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ളതും അല്ലെങ്കിൽ സമൂഹത്തിനിടയിലാണെങ്കിലൊക്കെ നമുക്ക് നമ്മുടേതായ വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നിന്നപ്പോഴേക്കും അങ്ങോട്ടുള്ള ശ്രദ്ധ കുറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ടെലിവിഷൻ മേഖലയിൽ ഞാൻ വന്നിട്ട് ഏകദേശം 30-40 വർഷമാണ്. ഇപ്പോൾ ഈ 30 വർഷമായിട്ട് നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. നമസ്തേ. ഈ അനീഷേട്ടനെ തുടക്കം തൊട്ട് കാണുന്ന കാലം തൊട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ഒരേ രൂപവും ഓരോ ഭാവമാണ്. ഈ മലയാള ടെലിവിഷൻ മേഖലയിൽ ഇത്രയും നാളെ ഒരു മാറ്റവും ഇല്ലാതെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് അഭിമാനത്തോടുകൂടി എടുത്തു പറയാവുന്ന ഒരു അഭിനേതാവാണ്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? വലിയ സന്തോഷം, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. ഇപ്പോൾ അളിയൻസിൻ്റെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അളിയൻസ് അത്യാവശ്യം ജനപ്രിയമായിട്ട് മുന്നേറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു, പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അളിയൻസിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. അളിയൻസ് നമ്മളിപ്പോൾ 1200ാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കൗമുദി ചാനലിൽ രാജേഷ് തലച്ചിറയാണ് സംവിധാനം ചെയ്യുന്നത്. പിന്നെ ധാരാളം റൈറ്റേഴ്സുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്രയധികം റൈറ്റേഴ്സ് ഒരു സീരിയലിന് വേണ്ടി എഴുതുന്നത്, ഒരു സിറ്റ്കോമിന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെക്കോർഡായിരിക്കും. കാരണം ധാരാളം റൈറ്റേഴ്സ്, ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റുകൾ തന്നെ എല്ലാവരും എഴുതുന്നുണ്ട്. ഇപ്പോൾ തന്നെ 1000-ഓടനുബന്ധിച്ചുള്ള എപ്പിസോഡ്, സ്പെഷ്യൽ എപ്പിസോഡ് മിക്കവാറും ഞാൻ എഴുതാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 996, 97, 98, 99, 1000 അങ്ങനെ 5 എപ്പിസോഡിൽ കണ്ടിന്യൂസ് ഞാനാണ് എഴുതിയത്. പിന്നെ സ്പെഷ്യൽ വയനാടിൻ്റെ ഒരു എപ്പിസോഡ് വന്നപ്പോഴും എന്നോട് എഴുതാൻ പറഞ്ഞിരുന്നു. അതെല്ലാം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും എഴുതാറുണ്ട്, സ്ക്രിപ്റ്റ് എല്ലാവരും എഴുതും. ഇപ്പോൾ എല്ലാവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറി അളിയൻസ്. അതുകൊണ്ട് നമുക്കും ഈ എല്ലാ മാസവും 15 ദിവസം നമ്മൾ, എനിക്ക് തോന്നുന്നു 16-ാം തീയതി മുതൽ 30 വരെയുള്ള ദിവസങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ അളിയൻസിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. കാരണം അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ഈ പ്രേക്ഷകർ കാണുന്ന എല്ലാവരും പറയും നാച്ചുറലായിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ സ്വതസിദ്ധമായ രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നതൊക്കെ പറയുന്നതിന് കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ഫ്രീ ആണ് ഇവിടെ. നമുക്ക് വലിയ ടെൻഷൻ, സാധാരണ ചാനൽ തരുന്ന പ്രഷർ നമുക്കില്ല. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധാരണ അത് പറയാൻ കാരണം റേറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രശ്നം വരാറുണ്ട്. പക്ഷെ നമുക്ക് അത്തരം അത്തരം കടമ്പകളൊന്നും നമുക്ക് വിഘ്നങ്ങളായിട്ട് വരാറില്ല. വളരെ ഫ്രീ ആണ്. അപ്പോൾ അവിടെ തല തൊട്ട് താഴെ വരെ എന്ന് പറഞ്ഞ പോലെ എല്ലായിടങ്ങളിലും വളരെ ഫ്രീ ആണ്. നമുക്ക് സംവിധായകരായാലെങ്കിലും നമ്മളുടെ പെരുമാറ സംവിധായകനാണെങ്കിലും കൂടെ അഭിനയിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ കൂളാണ്, വളരെ കാമാണ്, വളരെ രസകരമായിട്ട് സന്തോഷമായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമാണ് ഞങ്ങളിലൂടെ, കഥകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മളും ഓരോന്നറിഞ്ഞും കണ്ടും കേട്ടും മനസ്സിലാക്കിയും ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അത് നമ്മളിലൂടെ പ്രതിഫലിപ്പിക്കുന്നതേ ഉള്ളൂ. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ചിരിയോടൊപ്പം അല്പം സാമൂഹിക പ്രതിബദ്ധത കൂടി നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അളിയൻസ് പോകാറുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു നാട്ടിൽ നടക്കുന്നൊരു ഇഷ്യൂ നമ്മളിലൂടെ അതായത് നമ്മുടെ കുടുംബം കൂടി ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയും നിങ്ങളിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കാലിക പ്രസക്തമായ സംഭവങ്ങളും പിന്നെ വീട്ടിൽ നടക്കുന്ന സാധാരണ വിഷയങ്ങൾ എപ്പോഴും നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളുടെ പിറകെയൊക്കെ മറ്റു മാധ്യമങ്ങൾ പോകുമ്പോൾ ഈ കണ്ടിട്ടും കാണാതെ പോകുന്ന ചില കാഴ്ചകളുണ്ട്. അങ്ങനെ കണ്ടിട്ടും കാണാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ എടുത്തിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് കൊണ്ടാവണം ഒരു പക്ഷേ ഇത് നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അത് ഞങ്ങളുടെയും കൂടിയാണ് എന്നുള്ളതാണ് സത്യം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം നിസ്സാരമായിരുന്നു. അളിയൻസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളം ആവുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം നിസ്സാരമായിരുന്നു. കാര്യം നിസ്സാരം നമുക്കറിയാം, ശ്രീ ഉണ്ണിച്ചെറിയാനാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. അത് നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റാണ്. കാരണം ഒരേ ആൾ തന്നെ എഴുതിക്കൊണ്ട് വരുന്ന ഒരു സീരിയലായിരുന്നു അത്, എഴുതിയിരുന്നൊരു സീരിയലാണ്. ഓരോ ദിവസങ്ങളിൽ തുടങ്ങി, രാവിലെ തുടങ്ങി വൈകുന്നേരം ഒരു പ്രശ്നത്തിൽ തുടങ്ങി വൈകുന്നേരം ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവിനും ഇടയിൽ നടക്കുന്ന കഥകളാണ് കാര്യം നിസ്സാരം. വലിയ കാര്യമായിട്ട് വന്നിട്ട് അത് നിസ്സാര കാര്യമാണ്, ഇത്രയും ഉണ്ടായിരുന്നുള്ളല്ലേ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു കഥയും ഒരു ആവിഷ്കാര രീതിയൊക്കെ ആയിരുന്നു കാര്യം നിസ്സാരത്തിനുണ്ടായിരുന്നത്.
ഞാനും അനു ജോസഫായിരുന്നു എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. കിഷോർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അഭിനയിക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കുടുംബമായിട്ട് ഇതുപോലെ തന്നെ ഒരു 5-6 വർഷം അതിങ്ങനെ കണ്ടിന്യൂസ് 1100-ൽ പരം എപ്പിസോഡുകൾ കൈരളി ടി വിയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങളെത്തുമായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ അത് പക്ഷേ രാവിലത്തെ പത്രം വായിച്ചിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ തുടങ്ങും. വളരെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആക്ഷേപഹാസ്യത്തിന് പ്രാധാന്യം നൽകിയിരുന്നത് കാര്യം നിസ്സാരം. കാരണം നമ്മൾ സർക്കാർ ഓഫീസുകൾ നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഒരു വില്ലേജ് ഓഫീസർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ, ഒരു പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റേതായ ചില പ്രശ്നങ്ങളെ നമ്മൾ കണ്ടെടുത്തിട്ട് അതിങ്ങനെ ജനങ്ങൾക്ക് അവതരിപ്പിക്കും. അവൻ്റെ പ്രശ്നങ്ങൾ ചെറുതല്ല, അത് വലുതാണെന്നും അത് നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ നമ്മൾ കാര്യനിസ്സാരത്തിലൂടെ ഇങ്ങനെ അവതരിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ കാര്യനിസ്സാരം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഈ 7 വർഷം കഴിഞ്ഞിട്ടും എന്നെ ഇപ്പോഴും പലരും കെ മോഹനകൃഷ്ണൻ സാറേ എന്ന് വിളിക്കാറുണ്ട്, വില്ലേജ് ഓഫീസറെന്ന് ചോദിക്കാറുണ്ട്, കാര്യനിസ്സാരത്തിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അവരിലൊരാളായി ഞാൻ മാറിയത് കൊണ്ടോ അവർ കണ്ട ആരോ ഒരാളായി ഞാൻ മാറി തീർന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കണം അവരെന്നെ ഓർക്കുന്നത്. അതും വലിയ ഭാഗ്യം. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ എപ്പിസോഡായ കാര്യം കൂടെ അത് നമ്മുടെ വീട്ടിൽ നടന്ന കാര്യം തന്നെ ആവാം. അതെ, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് കാര്യനിസ്സാരത്തിൻ്റെ കഥ തന്നെ അങ്ങനെയാണ്. കാര്യനിസ്സാരത്തിൻ്റെ അത് മനഃപൂർവ്വമായിട്ട് സംഭവിച്ചതല്ല. ഒരിക്കൽ ഉണ്ണിച്ചെറിയാൻ ഇങ്ങനെ ഒരു യാത്രക്കിടയിൽ ഒരു ടീ ഷോപ്പിൽ കയറിയിരിക്കുമ്പോൾ അപ്പുറത്തെ ഒരു റെസ്റ്റോറൻറ്റ് അപ്പുറത്തെ മുറിയിൽ ഓരോരോ ക്യാബിനാണ്. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ക്യാബിനിലിരുന്ന് ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തോ പറഞ്ഞ് തർക്കിക്കുകയാണ്. തർക്കിച്ച് ആ വഴക്ക് കേട്ടപ്പോൾ ഈ മനുഷ്യൻ തോന്നുന്നത് ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഇരുന്ന് വഴക്ക് കൂടുന്നു. പിന്നെ ഉറപ്പായിട്ടും വിചാരിച്ചു ഹസ്ബൻഡും വൈഫും ആയതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ എപ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ എപ്പോഴോ അവർ ഒന്നായിത്തീരും, മീൻസ് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയൊരു കഥയാണ് കാര്യം നിസ്സാരം. അങ്ങനെ എന്നോട് കഥ പറയുമ്പോൾ ഞങ്ങളൊരു മൂകാംബിക യാത്രക്കിടയിലാണ് എന്നോട് ഈ കഥയെപ്പറ്റി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ അവതരിപ്പിക്കുന്നൊരു കഥാപാത്രത്തിന് വളരെ സാമ്യമുള്ള ഒരാൾ എൻ്റെ വീടിനടുത്തുണ്ട്. ഞാൻ ചിറയൻകീഴാണ്, ശാർക്കര ക്ഷേത്രത്തിനടുത്ത് മഞ്ചാടിമുട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു വാസുമാമനുണ്ട്, പട്ടാളക്കാരൻ വാസുമാമൻ. ഇന്ന് അദ്ദേഹമില്ല. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, വളരെ പക്വതയോടെ സംസാരിക്കുന്ന ഒരാളാണ്, ഉറക്കെ സംസാരിക്കുന്ന ഒരാളാണ്, കാര്യഗൗരവമായി സംസാരിക്കുന്ന ഒരാളാണ്. വാസുമാമൻ ഞങ്ങളുടെ മഞ്ചാടിമുടിലൊരു ചായക്കടയുണ്ട്. ചായക്കടയുടെ അവിടെ രായണ്ണൻ്റെ ചായക്കട എന്ന് പറയും, രായണ്ണനും രാധചേച്ചിയും. അപ്പോൾ അന്ന് രാധചേച്ചി മാത്രമാണ് ചായക്കടയിൽ, കുഞ്ഞ് ചായക്കട കോഫി ഷോപ്പ്, മീൻസ് എന്താ പറയുക, 2 പേർക്ക് നിന്ന് കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കടയാണത്. ഫ്രണ്ടിൽ റോഡിൽ നിന്ന് കുടിച്ചിട്ട് പോകാം, അമ്പലത്തിനോട് ചേർന്നുള്ള. അപ്പോൾ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വാസുവണ്ണനും ഒരു ചായ പറഞ്ഞു. അപ്പോൾ വാസുമാമനൊരു ചായ കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ കുശലാന്വേഷണ നിലയിൽ രാധചേച്ചി ചോദിച്ചു, അണ്ണാ നമ്മുടെ മോൾ ഇവിടെ വന്ന നാട്ടിലുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അല്ല, ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ സത്യഭാമ, ഞങ്ങൾക്കുണ്ടായ മകൾ നിർമ്മല വന്നിട്ടില്ല. ഇത് ഇദ്ദേഹം ഇങ്ങനെയാണ്. ഇദ്ദേഹത്തിനൊരു ബൈക്ക് എടുത്തു. ബൈക്ക് അത് TVS സുസുക്കിയാണ്, എല്ലാ ഗിയറും താഴോട്ടാണ് നമുക്കറിയാം. അപ്പോൾ എൻ്റെ ചേട്ടൻ ചുമ്മെങ്കിലും ചോദിച്ചു, മാമ നിൻ്റെ ഗിയറൊക്കെ ഫസ്റ്റ് താഴോട്ട്, ബാക്കിയെല്ലാം താഴോട്ട്, ഇങ്ങനെ പറയുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സത്യഭാമ എന്നാണ്. കാര്യനിസ്സാരത്തിലെ മോഹനകൃഷ്ണൻ്റെ ഭാര്യയുടെ പേരും സത്യഭാമ എന്നാണ്. ഇങ്ങനെ എന്താണ് പറയുന്നത്, ചതുര വടിവിൽ സംസാരിക്കുന്ന വാസുമാമൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു കുറേ സ്വാധീനം എടുത്തുകൊണ്ടാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എനിക്കറിയില്ല. പിന്നെ പക്ഷെ പിന്നീട് കുറേ നാൾ ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് ശരിയാണല്ലോ, ഇത് വാസുമാമനാണെന്ന് തോന്നുന്ന നിമിഷങ്ങൾ. പിന്നെ ഞാൻ ഈ നാട്ടിലെ കുറേ കഥാപാത്രങ്ങളുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ നാട്ടുപ്രദേശത്ത് ജീവിച്ചുകൊണ്ട് തന്നെ ധാരാളം പേര്. ഇപ്പോൾ നമ്മളവിടെ ഒരു മാധവമേശ്വരി ഉണ്ട് കേട്ടോ. മാധവമേശ്വരിയുടെ സ്വഭാവം, മാധവമേശ്വരി ആരെയും പിണക്കില്ല. അദ്ദേഹത്തോട് നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, എടാ നമ്മുടെ ഷറഫിൻ്റെ കടയിലെ ഇറച്ചി സൂപ്പറല്ലേ, അടിപൊളി ഇറച്ചിയല്ലേ, കഴിച്ചാൽ പിന്നെ വീണ്ടും അവിടെ അത് ഇത്ര തിരക്കതല്ലേടാ. പക്ഷെ ഇപ്പോൾ കുറവാണ്, ഇപ്പം ആളെങ്ങനെ വരില്ല, അതെന്താ കൊള്ളൂല, ഭയങ്കര മോശമല്ലേ. പിന്നെ ആളുകൾ പിന്നെ വേറെ കടകളൊന്നും അടുത്തില്ലടാ, അതുകൊണ്ട് പോവും. പക്ഷെ ഇന്നലെ പോലും നല്ല തിരക്കായിരുന്നു, വീണ്ടും നല്ലത് കൊടുത്തു. ഇങ്ങനെ അതായത് ആരെന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാർ. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരു ഗ്രാമത്തിൽ നിന്ന് ജീവിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളും അത്തരം സാഹചര്യങ്ങളും അത്തരം കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടോ ഒക്കെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ, ഒരു കഥാപാത്രം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ കണ്ടിട്ടുള്ള ആൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താലെന്നൊക്കെ തോന്നും. അതിന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ
നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾക്കുന്നതും ഒരുപക്ഷെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ പരിപാടികൾക്കാണ്. അപ്പം ഒരു റിയാലിറ്റി ഷോ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറയൽ അതിനുണ്ടാവും, പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ കിട്ടും. ഒരു ടെലിവിഷൻ സീരിയൽ തുടങ്ങുന്നു, പുറത്ത് ചോദിച്ചാൽ ഞാനത് കാണാറില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ആരാ കാണുക, പക്ഷേ റേറ്റിംഗ് നോക്കുമ്പോൾ അത്രയും, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോവില്ലല്ലോ. ഇപ്പം അളിയൻസ് തന്നെ ഇപ്പം പെട്ടെന്ന് ചോദിക്കുക, ഞാൻ ഇപ്പം കോട്ടയം പാതൊക്കെ ചോദിച്ചാൽ ഞാൻ ആ വളുപ്പ് കാണാറില്ല, പക്ഷേ യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടം പോലെ വ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരു സ്വഭാവം മലയാളിക്കില്ല. അത് ചേട്ടാ കൃത്യമായിട്ട് അത് നമ്മുടെ പിന്നെ അത് സ്ഥിരമാണ്. അത് പണ്ട് നമ്മൾ രണ്ടും തരത്തിലാണ്. ചിലർ നമ്മളോട് ചോദിക്കും, ഇപ്പം പണിയൊന്നുമില്ലേ, വർക്കൊന്നും ഇല്ലടേ, ഒന്നും കാണുന്നില്ലല്ലോ. പണ്ട് ഇത് കേൾക്കാൻ വലിയ വിഷമായിരുന്നു. കാരണം നമ്മൾ വിചാരം നമ്മളിപ്പോൾ അഭിനയിച്ച് മറിച്ചിരിക്കണമെന്നൊക്കെ ധാരണയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും ഇല്ലല്ലോടാ നീ ഇപ്പോൾ എന്ന് പറയുമ്പോൾ, അല്ല ഉണ്ടെണ്ണ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഒന്നിനും കാണുന്നില്ല, പോയ ഔട്ടാകാ എന്നൊക്കെ ചോദിച്ചാലേ ചിലപ്പോൾ നമുക്ക്. പിന്നെ ഇതൊക്കെ കുറേ നാളായില്ലേ, അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ശീലമാണ്. പക്ഷേ ഇത് അവർക്ക് എന്തെങ്കിലും ചോദിക്കണമല്ലോ. ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നവർ എവിടെ പോകുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അമ്പലത്തിന് പോകുമ്പോൾ എവിടെ പോകണം, അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, അമ്പലത്തിൻ്റെ ഫ്രണ്ടേ നിൽക്കുക, എന്നാലും എന്തിനാ ചോദിച്ചത് തോന്നും എന്ന് പറഞ്ഞ പോലെ ചോദിക്കുന്നവരുണ്ട്. ചിലർ നോവിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ മിന്നുകെട്ടുന്നൊരു സീരിയൽ അഭിനയിക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മളിങ്ങനെ അറിയപ്പെട്ട് തുടങ്ങിയതുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആവേശമാണ്, ആളുകളൊക്കെ നമ്മൾ അറിയണുണ്ടോ എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണല്ലോ, 10 പേര് തിരിച്ചറിയുക എന്നുള്ളതാണല്ലോ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അറിയപ്പെട്ട് തുടങ്ങുന്ന ആ സമയത്ത് ഒരിക്കൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ 2 പയ്യന്മാർ അവിടെ വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഒരു കോഫി ഷോപ്പിൻ്റെ ഫ്രണ്ട്, കോഫി ഷോപ്പിൽ മീൻസ് അറിയാമല്ലോ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടാകുന്ന ഒരു സ്റ്റാൾ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനും വന്ന് ചായ കുടിച്ച് ഇവരുടെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ മറ്റേ പയ്യനിങ്ങനെ നോക്കിയിട്ട് അടേ ഇല്ല മറ്റേ എന്ന് പറയാണ്. പിന്നെ ചുമ്മാ താല്പര്യമില്ല, പുള്ളിക്ക് താല്പര്യമില്ല. എന്നിട്ട് ഈ ചുമ്മാ ഇടാന്ന് പറയണ ഇയാൾ എന്നെ ഇങ്ങനെ സ്കാൻ ചെയ്തെടുക്കുക, എൻ്റെ തല മുതൽ കാല് വരെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ നോക്കാൻ തിരിഞ്ഞോളാം. അപ്പോൾ ഞാനങ്ങോട്ട് മാറാൻ വീണ്ടും എന്നെ നോക്കും. അപ്പോൾ എനിക്കിത് മനസ്സിലായി, എന്നെ തന്നെ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിട്ട്. നമ്മൾ പിന്നെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് ഇതായതുകൊണ്ട് ഞാൻ അവനെ തന്നെ നോക്കിയിരുന്നു. സാധാരണ റൊട്ടീൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ അയാൾ അങ്ങോട്ട് നോക്കും, അയാൾ തിരിഞ്ഞ് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കും. കാരണം ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴാണ് തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ടൈം എടുത്ത് നോക്കിയിട്ട് തിരിഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഇയാളിപ്പോൾ തിരിഞ്ഞ് നോക്കും, ഞാൻ ഉടനെ തിരിഞ്ഞങ്ങ് നോക്കി. അപ്പോൾ നമ്മൾ ക്ലാഷ് നോക്കി, രണ്ടുപേരും ഫേസ് വേണ്ട. അപ്പോൾ ഇവന് പിന്നെ തിരിയണോ നോക്കണമെന്ന് അറിയാത്ത കണ്ടീഷനായി. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, നല്ല പരിചയം, ഞാൻ അങ്ങോട്ട് വെച്ചു. എവിടെ കണ്ട് സീരിയൽ അഭിനയിക്കുന്നുണ്ട്. ഇല്ല ഞാൻ അവനാകെ ചമ്മിപ്പോയി. കാരണം ഇത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ തമാശയായിട്ട് വരും. പിന്നെ ഈ ഹസ്ബൻഡ് വൈഫോടെ പോകുമ്പോൾ ചില ഭയങ്കര രസമാണ്. ചില ചേട്ടന്മാർ നേരിട്ടൊന്ന് പരിചയപ്പെടും, ചില ചേച്ചിമാർ വന്ന് പരിചയപ്പെടും, ചില സഹോദരങ്ങളൊന്നും പരിചയപ്പെടും. ചിലർ രണ്ടിലൊരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ ചേട്ടൻ പറഞ്ഞു ചുമ്മാ ഇരട് ഇതൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത എന്നൊക്കെ പറയും. പുള്ളിക്ക് ഭയങ്കര പേരിട്ട് ഒരിക്കലും ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, എവിടെ വെച്ചു നല്ല കണ്ട് പരിചയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സീരിയൽ ഞാൻ കാണാറില്ല. അല്ല അപ്പോൾ ഞാനാകെ സീരിയൽ മാത്രം അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ എന്നാ നല്ല നിങ്ങൾ ഡൽഹി, ഞാൻ ഇല്ല കൽക്കട്ട, അങ്ങനല്ല മുംബൈ. ഞാൻ പറയാം, എൻ്റെ പൊന്നു ചേട്ടാ അതിനൊക്കെ സാധ്യത വളരെ, എന്തെങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നീ സ്റ്റേജിൽ വെച്ച് അല്ലെങ്കിൽ മീഡിയ വഴി, ഇതെല്ലാം എന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് കുറേ നേരം അതിൻ്റെ ഉള്ളിലാണ്. നിങ്ങളാ മിന്നുകെട്ടിലൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ലുക്കാൻ്റെ, അത് സൂപ്പറായിരുന്നു. ഞാൻ ആലോചിക്കടാ നീ ഇത് എവിടത്തുകാരടാ ഇതൊക്കെ പറഞ്ഞാൽ പോരെ. പക്ഷേ ചിലരങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇത് കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ ഇപ്പം നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കൊള്ളാമെന്നാൽ കൊള്ളാം, കൊള്ളൂല വെച്ചാൽ കൊള്ളൂല, ഒന്നുമില്ലെന്ന് വെച്ചാൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഇതുകൊണ്ടെങ്കിൽ ജീവിച്ച് പോകുന്നുണ്ടല്ലോ. അല്ല, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകൾ പോലും ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അയ്യോ കുറച്ചുകൂടി സീക്വൻസുകൾ ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ നമുക്ക് കുറേ പരിമിതികളുണ്ട്. നമുക്കിപ്പോൾ ഇത് സിറ്റ്കോം ആയതുകൊണ്ട് തന്നെ സിറ്റ്കോമിന് അതിൻ്റേതായ ചില പരിധികളുണ്ട്. നമുക്കിപ്പോൾ സിനിമ കാണുന്നവരും അല്ലെങ്കിൽ അന്തർദേശീയ തരത്തിലുള്ള പ്രോഗ്രാംസോട് കാണുന്ന അതേ കണ്ണും കാഴ്ചയും ചിന്തയോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ സാധാരണ തവണ പ്രോഗ്രാമും കാണുന്നത്. അപ്പോൾ ഇതിൻ്റേതായ വ്യത്യാസവും പരിമിതികളും ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കണം നമ്മൾ. അപ്പം എന്നാലും നമുക്ക് ചില സന്ദർഭത്തിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്നെ ഒരു പക്ഷേ കാര്യനിസ്സാരം കഴിഞ്ഞിട്ട് വരുന്ന എനിക്ക് അളിയൻസ് തന്നത് മറ്റൊരു രീതിയാണ് തന്നത്. എൻ്റെ അഭിനയ രീതിയിൽ
ഇപ്പോൾ വളരെ കുറച്ചുകൂടിയൊക്കെ നാടകീയത കലർത്തി അഭിനയിക്കുന്ന ഒരു കാരണം മോഹനകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് കുറച്ചുകൂടി ഞാനല്ലാത്തൊരാളായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നടക്കുന്നത് നെഞ്ചു വിരിച്ച് ഇങ്ങനെയല്ല നടക്കുന്നത്, ഞാൻ സാധാരണയായി നടക്കുന്ന ഒരാളാണ്. പക്ഷേ കെ മോഹനകൃഷ്ണൻ നടക്കുന്നത് തേച്ച വടിവത്ത മുണ്ടും ഷർട്ടും ഒരു കാലം കുടയും പിടിച്ചിട്ട് നെഞ്ചു വിരിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനതായിത്തീരണം. പക്ഷേ ഇവിടെ അളിയൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത്, ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് സഹോദരങ്ങളോട് സംസാരിക്കുക, എൻ്റെ അളിയനോട് ഒക്കെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിൽ അളിയൻ വ്യത്യാസമുണ്ട്. എൻ്റെ അളിയൻ പാവമാണ്, ഇതിലളിയൻ കൂടായ്പാണ് ക്യാരക്ടർ. നമ്മുടെ ഒരു കലാജീവിതത്തിൽ ദൂരദർശനം എന്ന് പറയുന്ന ഒരു മാധ്യമം ഒരുപാട് സ്വാധീനം ചെലുത്തി. ഉറപ്പായിട്ടും ദൂരദർശനാണ് നമ്മുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു തുടക്കം സത്യത്തിൽ ഇങ്ങനെ ഒരു നടനാവണമെന്ന് തന്നെ ഉദ്ദേശിച്ച് തന്നെ ഇൻഡസ്ട്രിയിലോട്ട് വരിക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാനൊരു കുഞ്ഞുനാൾ മുതൽ ഞങ്ങനെ ഇതിനോട് ഒരു വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ദേശപ്രേമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ മാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ CFA, സൺറൈസ്, ലെസ്ക, ചൈതന്യ, AMAC, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്തും ക്രിസ്മസിനൊക്കെ ഇങ്ങനെ പ്രോഗ്രാം, വിഷുക്കാലത്തൊക്കെ ഈ ക്ലബ്ബുകൾ നടത്തുന്ന മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മാത്രമല്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 5-6 വയസ്സൊക്കെ ഉള്ള സമയത്ത് വീടിനടുത്തുള്ള കുന്നുവിള ക്ഷേത്രത്തിൽ നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലബ്ബിൽ ആ ചേട്ടന്മാരുടെ നാടകം എഴുതി, അപ്പോൾ അതിനകത്ത് ഞാനും അഭിനയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുതിലേ മുതലേ അന്ന് പിന്നെ സൈക്കിളിങ്ങൊക്കെ അവിടെ ഞങ്ങളൊരു ഒരു പ്രദേശം ഉണ്ടായിരുന്നു, ഒരു നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, ഒഴിഞ്ഞ ഏരിയ. അപ്പോൾ അവിടെ സൈക്കിളിങ്ങക്കാരൊക്കെ വരുന്നത്. അപ്പോൾ അന്ന് കുഞ്ഞുനാളിൽ മുതലേ പാട്ട് കേൾക്കുന്നതും കഥകൾ കേൾക്കുന്നതും ഈ കലാപ്രകടനം കാണാനൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ നാടകങ്ങൾ അഭിനയിച്ച് വരുമ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ക്ലാസ് ടീച്ചർ ചന്ദ്രലേഖ ടീച്ചർ കെമിസ്ട്രി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞങ്ങളിങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുട്ടികളോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും പറഞ്ഞു അവർക്കിങ്ങനെ ഡോക്ടറാവണം, എഞ്ചിനീയർ ആകണം, അങ്ങനെ ഓരോന്നാവണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറേ പഠിക്കണം, എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ടീച്ചർ എന്നെ മാത്രമാണ് അടുത്ത് വിളിച്ചത്. എന്നിട്ട് അഭിനയത്തെക്കുറിച്ചും ഇങ്ങനെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, നീ ഡിഗ്രിയൊക്കെ പഠിക്കണം, ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു ഒരു ടീച്ചർ. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ തുടർന്ന് 10ാം ക്ലാസ് എത്തിയപ്പോഴും എനിക്ക് കാപ്പിൽ ഗോപാലകൃഷ്ണൻ സാറിനുണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ കവിത ചൊല്ലാനായിട്ടൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, എൻ്റെ നാടകങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതും. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഈ നാടകങ്ങളും കലാപരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് നമ്മൾ 10 പേര് കൂടുന്നിടത്ത് 10 പേരിൽ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന ഒരാളായി മാറിക്കൊണ്ടേയിരുന്നു അന്നേ മുതലേ ഞാൻ. അപ്പോൾ ഒരു കലാകാരന് കിട്ടുന്ന പ്രിവിലേജ് ഞാൻ കുഞ്ഞുനാളിലെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഇപ്പോൾ ക്ലബ്ബുകൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ചില ക്ലബ്ബുകാർ എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകും. അവരുടെ ക്ലബിൻ്റെ ഭാഗമായിട്ട് പദ്യപാരായണം, മോണോ ആക്ട്, കഥാപ്രസംഗം, അങ്ങനെ പല പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനായിട്ട് എന്നെ കൊണ്ടുപോകുമായിരുന്നു. നമ്മൾ ഈ വലിയ പ്ലെയേഴ്സിനെ കൊണ്ടിറക്കും പോലെ ഇവരെന്നെ കൊണ്ടൊക്കെ പോകും. ആ നാട്ടിൽ ചെറിയ നമ്മുടെ ഗ്രാമങ്ങൾ പ്രദേശങ്ങളിലെ മത്സരങ്ങൾക്ക് മിക്കവാറും സ്ഥലങ്ങളിൽ സമ്മാനം കിട്ടാറുണ്ട്. നമ്മൾ എവറോളിംഗ് ട്രോഫി കരസ്ഥമാക്കാറുണ്ടായിരുന്നു. അങ്ങനെ വന്നൊരു കലാകാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റേജും നാടും നമ്മുടെ നാട്ടുകാരും അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ട് എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൂടെ വീണ്ടും ഈ പറയുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ അതിൻ്റെ ആഴം, അതിൻ്റെ സ്നേഹവും ഇഷ്ടമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ദൂരദർശനിൽ ആക്ച്വലി ആദ്യം വരുന്നത് പാഠഭേദം എന്ന് പറഞ്ഞിട്ടൊരു അലി അക്ബർ സാർ ചെയ്തൊരു സീരിയലായിരുന്നു. അന്ന് മണക്കാട് ലീല ചേച്ചിയുടെ കെയർ ഓഫിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൈയും കാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുന്നത്, അഭിനയത്തിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, പക്ഷേ ഈ പറഞ്ഞ അവസരങ്ങളില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ നാടകത്തിൽ അന്ന് ലീല ചേച്ചിയാണ് എന്നെ കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് നമ്മളിങ്ങനെ ചെറിയ വേഷങ്ങൾ അത് ഒരു നാടകത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ചെറിയ വേഷം ചെയ്തിട്ടാണ് ഞാൻ വന്നത്. സീരിയലുകൾ ചെയ്യുമ്പോഴും ആദ്യം കുഞ്ഞു സംഭവങ്ങൾ ചെയ്ത് പോയിട്ട് പിന്നെ ഒരു നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയിട്ടാണ് നല്ലൊരു ഇതിലേക്ക് വരാൻ പറ്റിയത്. അപ്പോൾ ദൂരദർശന് എനിക്ക് തോന്നുന്നു ആദ്യം ക്ലിക്കായ സീരിയൽ എന്ന് പറയുമ്പോൾ മോഹനം എന്നൊരു സീരിയലായിരുന്നു.
മോഹനത്തിലെ മണികണ്ഠൻ എന്നൊരു കഥാപാത്രം ആ കാലത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു. ആ സീരിയലും വളരെ ശ്രദ്ധിക്കപ്പെട്ടാണ്. തുടർന്ന് ദൂരദർശനിലെ ധാരാളം സീരിയലുകൾ ചെയ്യാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമാണ്. ഈ നമ്മുടെ ടെലിവിഷൻ മേഖലയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് പല സിനിമകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചാക്കോച്ചൻ്റെ ഒരു പടത്തിലൊക്കെ നമ്മൾ ഒരുപാട് വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ. പക്ഷേ ഒരു വെള്ളിത്തിരയിൽ എന്തുകൊണ്ട് ഒന്നും സ്റ്റിക്ക് ഓൺ ചെയ്തില്ല എന്നുള്ളൊരു അത് ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമ തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു സിനിമ നടനാവുക, അല്ലെങ്കിൽ സിനിമയിൽ നല്ല കഥാപാത്രങ്ങളെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പായിട്ട് കിട്ടിയ ഇടത്ത് ഒരു സൗകര്യവും സന്തോഷവും കണ്ടെത്തി നിന്ന് പോയവരാണ് നമ്മൾ എന്നെപ്പോലുള്ള കലാകാരന്മാർ. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്, 10 പേർ അറിയുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ളതും അല്ലെങ്കിൽ സമൂഹത്തിനിടയിലാണെങ്കിലൊക്കെ നമുക്ക് നമ്മുടേതായ വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നിന്നപ്പോഴേക്കും അങ്ങോട്ടുള്ള ശ്രദ്ധ കുറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിൽക്കാതെ ലക്ഷ്യം നേടി മുമ്പോട്ട് തന്നെ പോയവർ ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ സേഫാണ്. 10-30 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പം ഇപ്പോൾ ടെലിവിഷൻ മേഖലയിൽ ഞാൻ വന്നിട്ട് ഏകദേശം 10-30 വർഷമാണ്. ഇപ്പോൾ ഈ 30 വർഷമായിട്ട് നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. എനിക്ക് സാജൻ സാറിൻ്റെ സ്നേഹതീരം എന്ന സീരിയലാണ് ഞാൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മോഹനം വരുന്നു, പിന്നെ ഈ പറഞ്ഞ ഗുരുദേവനായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമുള്ള കഥാപാത്രം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. പിന്നെ അളിയൻസിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മികച്ച അവതാരങ്ങളുള്ള സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ജീവിതത്തിൻ്റെ പിന്നെ ഇതിനിടയിൽ തമിഴ് സീരിയൽ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. തമിഴ് സീരിയൽ 2 വളരെ പ്രധാനപ്പെട്ട സൺ ടി വിയിലും മേഖല എന്നൊരു സീരിയൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കെ ബാലേന്ദ്ര സാർ, നമുക്കറിയാം രജനി സാറിൻ്റെയും കമൽ സാറിൻ്റെയൊക്കെ ഗുരുനാഥനായ കെ ബാലേന്ദ്ര സാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് കവിതാലയ. 100ഓളം സിനിമകൾ നിർമ്മിച്ച, സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഹീറോ ആയിട്ട് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സീരിയൽ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റി. ശാന്തിനിലി എന്നൊരു സീരിയൽ. അദ്ദേഹമായിട്ടുള്ളൊരു അനുഭവം അതൊരു ഭയങ്കര എന്താ പറയുക, നമ്മളൊക്കെ എത്ര വലിയ വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ എത്ര വലിയൊരു പ്രതിഭയാണ്. പക്ഷെ അദ്ദേഹം പുതിയൊരാളെന്ന നിലയിൽ പോലും അല്ല, പക്ഷെ ആൾ പാവമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഈ നല്ല അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ എടുത്ത് ചുറുചുറുക്കുള്ള സമയം കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മളൊക്കെ പരിചയമുണ്ടാവും. വയസ്സായ സമയത്തല്ലേ നമ്മളൊക്കെ അദ്ദേഹത്തെ കാണുന്നതും ഓക്കെ. ഒരുപക്ഷെ ചെറുപ്പത്തിൽ അദ്ദേഹം ചിലപ്പോൾ എല്ലാവരെയും പോലെ പിന്നെ ഈ കാലം കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ. പക്ഷേ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യൻ ഞാനൊരിക്കൽ ഞങ്ങൾ 500ാമത്തെ എപ്പിസോഡിൻ്റെ ആഘോഷത്തിന് ഹോട്ടലിൽ ചെല്ലുമ്പോൾ, അപ്പോൾ ഞാൻ റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്ന അകത്താണ്. അപ്പോൾ സാറ് വരുന്നപ്പോൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ വേറെ എന്തോ പറഞ്ഞെനിക്ക് സാറ് വരുന്നു. അപ്പോൾ സാറ് ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ ആടാ എന്നെ ഇങ്ങനെ എപ്പോഴും ഹായ് അനീഷ് എന്ന് ഇങ്ങനെ തോളിത്തട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ആ ഹോട്ടലിലുണ്ടാകുന്ന താമസക്കാർ, അവിടുത്തെ സ്റ്റാഫുകൾ, ഇവരെല്ലാം എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ കാല് വന്ന് കുമ്പിടുക. അപ്പോൾ ഇങ്ങനെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. നമ്മളും പലപ്പോഴും ബഹുമാനം കാണിക്കാറുണ്ട് പലപ്പോഴും. ഞങ്ങളൊക്കെ വെച്ചാൽ ഞങ്ങളുടെ ഗുരുനാഥനായതുകൊണ്ടാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇവരെല്ലാം ആ നാട് മുഴുവൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയും വലിയൊരു പ്രതിഭയെ ആദരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും സ്റ്റേജ് എത്തുന്നവരെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആ പ്രോസസ്സിങ്. എല്ലാവരും വരുന്നു, തൊഴുന്നു, സാർ അനുഗ്രഹിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഞാനും അത്ഭുതപ്പെടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിഭയുടെ കൂടെ, അല്ലെങ്കിൽ ഈ വലിയ മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. അഭിനയത്തിനിടയിൽ എപ്പോഴെങ്കിലും പ്രശംസിച്ചിട്ടുണ്ടോ സാർ? പിന്നെ വലിയ കാര്യമാണ്. സാർ അഭിനയിച്ച് കാണിക്കും. എന്താണ് ഒരു രീതി പുള്ളിയുടെ? സാർ അഭിനയിച്ച് കാണിച്ചിരുന്നു നമുക്ക്. ഇപ്പോൾ എൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്ന രതി ആറുമുഖം എന്നൊരു ബാംഗ്ലൂരിലുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ഓഫീസ് ടയേർഡായിരിക്കുന്ന സീൻ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയറിയിരിക്കുക ആ കുട്ടി. അപ്പോൾ അവൾ ഭയങ്കര ഫെഡപ്പാണ്. അപ്പോൾ അവൾ രതി കുറേ നേരമൊക്കെ പലതരത്തിലുള്ള ആക്ടിങ് കാണിച്ചു. അപ്പോൾ സാർ അങ്ങനെയല്ല, നോ അപ്പടിയല്ല പണ്ട്. അപ്പോൾ സാർ ആദ്യം കാണിച്ചില്ല. അപ്പോൾ നമ്മളെ കൂടെ മാക്സിമം ചെയ്യിക്കും. പക്ഷേ ഒരു രക്ഷയും കിട്ടാവുന്നപ്പോൾ സാർ പറഞ്ഞു. എന്നിട്ട് സാറ് വന്ന് ആ ചെയറിലിരുന്നിട്ട് ഇങ്ങനെ ഒരു ഇരുത്തായിരുന്നു, 2 കാലും എടുത്ത് മേളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അത് കണ്ടാൽ നമുക്ക് തോന്നും അയ്യോ തളർന്നു പോയി എന്ന് തോന്നിപ്പോവും. കാരണം ഫെഡപ്പാണ്, വയ്യ ഇനി എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ സാർ കാണിച്ചു. അപ്പോൾ നമ്മൾ അതാണ് ഈ പറഞ്ഞു തരുന്ന രീതികൾ. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല. അങ്ങനെ വളരെ വളരെ കൂളായിരിക്കും, കാമായിരിക്കും, രസമായിരുന്നു. പക്ഷേ എല്ലാവർക്കും പേടിയാണ് സാറിനെ. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, വലിയ നമ്മൾ കാണുന്ന ആരാധിക്കുന്ന രജനി സാറിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. സാറ് കസേരയിൽ നിന്ന് ചോദിക്കുമ്പോൾ രജനി സാർ തറയിലിരിക്കുള്ളൂ.
അപ്പോൾ അതൊക്കെ കണ്ട് വളർന്ന് നമുക്ക് സാറിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും തോന്നില്ല. അപ്പോൾ സാറിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ്. അതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ തമിഴ് ഭാഷ തിരുവനന്തപുരംകാരന് തമിഴ് വലിയ പക്ഷേ എങ്കിലും ഞാൻ സൺ ടി വിയുടെ ആദ്യ സീരിയലിൽ പോകുമ്പോൾ തമിഴ് നമ്മൾ അത്യാവശ്യം ഈ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് കുറച്ചുകൂടി, പ്രത്യേകിച്ച് മലയാളിക്ക് കുറച്ചുകൂടി തമിഴ് ഭയങ്കരമായിട്ട് വഴങ്ങുന്നതാണ്. എന്നാൽ ചില വാക്കുകൾ പാടായിരിക്കും. അപ്പോൾ ഞാൻ ഷൂട്ടിന് സൺ ടി വിയുടെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഞാൻ താമസിക്കുന്നത് വടപളയിൽ തന്നെയായിരുന്നു. വടപളയിൽ അവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ മസാഫി അവിടെയാണ് താമസിച്ചിരുന്നത്, നിസാറിൻ്റെ ഒരു ഹോട്ടൽ. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അടുത്ത് ഇവിടെ നിന്ന് പോകുന്നതിന് ഒരു മലയാളം തമിഴ് ഭാഷാ സഹായിയുടെ മേടിച്ചിട്ട് പോയി. വേലക്കാരി ആയിരുന്നാലും നീ ഞാൻ മോഹവല്ലി അതല്ല ചില വേർഡുകളൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അവരെല്ലാം പറഞ്ഞു തരും നമുക്ക്, പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ ഫുൾ ടൈം തമിഴ് പ്രോഗ്രാംസ് ഇടുകയുള്ളായിരുന്നു എൻ്റെ മുറിയിൽ. കുളിക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്ത് ഇട്ടിരിക്കും, നേരം വെളുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പോഴും അത് ഇങ്ങനെ തമിഴ് പൊക്കേണ്ടേയിരിക്കും. അങ്ങനെ അതിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. പിന്നെ വേറൊരു ഗുണം, അവിടെ ഒരു മലയാളിയില്ല സെറ്റിൽ, എല്ലാം തമിഴാണ്. അപ്പോൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴ് തന്നെ സംസാരിക്കണം. പിന്നെ അവരെല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര റെസ്പെക്റ്റായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരുപക്ഷെ അന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ തമിഴ് സിനിമയിൽ ഉറപ്പായിട്ടും. അപ്പോഴും ഈ പറഞ്ഞ പോലെ കുറേ പേര് ഇങ്ങനെ ചിലരൊക്കെ ഇൻ്റർവ്യൂസിനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടർ, അൻപ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. സൂപ്പർ ക്യാരക്ടറായിരുന്നു അതിപ്പോഴും കൊതിയുള്ളൊരു കഥാപാത്രമാണ്. വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ, പക്ഷെ ആ സമയത്ത് നമ്മൾ എന്തോ എങ്ങനെയോ അത് പോയി. ഇവിടെ മിന്നുകെട്ടുന്ന സീരിയൽ ചെയ്യുമ്പോഴും എല്ലാവരും പറയുമായിരുന്നു ഇതിൻ്റെ ഭയങ്കര ടേണിങ് പോയിൻ്റാണ്, നീ ഇതോടുകൂടി സിനിമയിലെടുത്ത് മറിക്കുമെന്ന് പറഞ്ഞ്. ഒന്നും നടന്നില്ല. കാര്യസാരം കണ്ടപ്പോൾ ഉറപ്പായിട്ടും കാണുന്നവരെല്ലാവരും പറയുന്നു എടുത്ത് മറിക്കുന്നു. ഇപ്പോൾ അളിയൻസ് കാണാത്ത കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ യെസ് ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആക്സസിബിലിറ്റി കൂടുതലാണ്. അല്ല, ഇപ്പോൾ അളിയൻസ് ചെയ്യുമ്പോഴും ഇതിപ്പോൾ കാണാത്ത സംവിധായകരല്ല, മലയാളികൾക്ക് പ്രിയങ്കരായ ഒരുപാട് സംവിധായകർ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് അളിയൻസ് കാണാത്തവരില്ല, അളിയൻസ് ഭയങ്കര രസകരമായിട്ട് കാണുന്നവരുണ്ട്. പക്ഷേ നമുക്ക് പറ്റിപ്പോയത് ഇപ്പോഴും സംവിധായകരാരും വിളിക്കുന്നില്ല. എല്ലാവരും കൊള്ളാമെന്ന് പറയും, നന്നായിരിക്കണമെന്ന് പറയും. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമുക്കും. പിന്നെ ഞാനിതിനോടൊപ്പം ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്നിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ പിന്നെ എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരിങ്ങനെ നമ്മളോടൊരു സ്നേഹം കൊണ്ട് പറയും, എന്തോ സിനിമയിൽ കൂടി കുറച്ചുകൂടി ഇതായെന്ന് പറയുമ്പോൾ ആണ് ഓർക്കാറുള്ളത് തന്നെ. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഭയങ്കര സംതൃപ്തനാണ്, സന്തുഷ്ടനാണ്. കാരണം ഞാൻ, എൻ്റെ ഭാര്യ, 2 മക്കൾ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ധാരാളം ഷോസുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ എവിടെ പോയാലും അത്യാവശ്യം നമ്മളെ തിരിച്ചറിയാനും പറ്റുന്നുണ്ട്. മറ്റുള്ളവർ എഴുത്ത് ഞാൻ എഴുതാറുണ്ട്. അതേപോലെ ഇവിടെ സ്ക്രിപ്റ്റ്, പിന്നെ മാത്രമല്ല ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ താരോത്സവം എന്ന് പറഞ്ഞ കൈരളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ തന്നെ ഞാൻ സ്ക്രിപ്റ്റും ഡയറക്ഷനും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ അല്ലാതെ ഷോർട്ട് ഫിലിംസ് ഡയറക്ടറും സ്ക്രിപ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇതിനോട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ മിക്കവാറും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എഴുതുന്ന ചില കുറിപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം വൈറലാവാറുണ്ട്. ഇതൊക്കെ എഴുത്തിൻ്റെ ഒരു എന്തോ എഴുത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ എവിടെ പിന്നെ അത് ഒരുപക്ഷെ നമ്മൾ ഇറങ്ങി നടക്കും ഈ ടെലിവിഷൻ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരോട് ജനങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതൽ, അവർ പെട്ടെന്നൊന്ന് സംസാരിക്കും. അതെ. അപ്പോൾ ഈ നെഗറ്റീവ് വേഷത്തിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും ഒരു അങ്ങനെ ഞാൻ ആക്ച്വലി നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടിൽ ചെയ്ത സീരിയൽ മേഖലയ്ക്കകത്ത് ചെയ്ത അൻപ് എന്ന് പറഞ്ഞൊരു ഒരു ആൻറ്റി ഹീറോ ടൈപ്പാണ്. അയാൾ വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ക്രൂരതയും ചെയ്യും, അവളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മനുഷ്യനാണ്. അതിനൊരു ഉദാഹരണം വെച്ചാൽ ഇവർക്കൊരു ഇഷ്ടമുള്ള ഒരാൾ ജയിലിൽ കിടപ്പുണ്ടായിരുന്നു. ഒരു കഥയുടെ ഒരു ഭാഗം ചെറിയ ജസ്റ്റ് പറയാം. ആ ജയിലിൽ കിടക്കുന്ന അവളെ കാണാൻ വേണ്ടി ഈ പെൺകുട്ടി ഭയങ്കര ആഗ്രഹത്തോട് പറയുമ്പോൾ ഇവളെ വെറുപ്പിക്കാൻ വയ്യാത്തതിന് കുഴപ്പമില്ല നീ പൊയ്ക്കോ എന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഈ ജയിലിലേക്ക് വേണ്ടിയിട്ട് ഇവനെ കൊല്ലാനായിട്ട് ആളെ വിടുന്ന ആളാണ് അവൻ. ആ ദിവസം കൊല്ലാൻ വേണ്ടി ഒരു ഗുണ്ടയെ പറഞ്ഞു വിടാൻ പോകുന്ന രാവിലെ ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനായിട്ട് വരുന്ന സമയത്ത് അവരാ ഡീല് സംസാരിക്കുന്ന കൂട്ടത്തിൽ വീട്ടിലെ ജോലിക്കാരൻ വന്ന് പറയുന്നുണ്ട്, സാർ നമ്മൾ ഇന്നലെ കെണി വെച്ച എലി ഇവിടെ കെണിയിൽ കിടക്കുകയാണ്, അതിനെ കൊല്ലണോ അതോ ദൂരെ കൊണ്ട് കളയണോ? ഈ കൊല്ലല്ലേടാ പാവം എന്ന് പറയും. അപ്പോൾ ഈ വന്ന ഗുണ്ട അന്തം വിട്ടു, സാർ എന്താ നിങ്ങൾ
വീട്ടിൽ കെണി വെച്ച വീണ എലിയെ കൊല്ലാനുള്ള മനസ്സ് നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്നേഹിക്കുന്ന ആളെ കൊല്ലാനായിട്ട് എന്നെ വിടുന്നു. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല പറയും. പുള്ളി പറയുന്നത് അതെൻ്റെ ജീവിതമാടാന്ന് പറയുന്ന സാധനമുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണത്. പക്ഷേ നോർമലി നമുക്കത് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ എന്നാൽ ദേഷ്യപ്പെടാൻ പറ്റില്ല ആ ക്യാരക്ടർ. ഞാൻ ചെയ്ത എനിക്ക് തോന്നിയൊരു സ്ത്രീ സീരിയൽ, സ്ത്രീ ഒരു വലിയ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു ഏഷ്യാനെറ്റിൽ വന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗവും 4ാമത്തെ ഭാഗം വരുന്ന അതിൻ്റെ അവസാനം വരുന്നത്. അപ്പോൾ അതിൽ ഞാനായിരുന്നു വില്ലൻ ക്യാരക്ടർ ചെയ്തത്. ചോക്ലേറ്റ് എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആൾക്കാർ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന സ്ത്രീകളോട് പുരുഷന്മാരോടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ദേഷ്യം തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം ഒരുപാട് മാറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ തുടരും സിനിമ കണ്ടാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജോൺ സാറിനെ ആയിരിക്കും. കാരണം ആൾക്കാർ അഭിനയം എന്താണെന്നും അയാൾ അതിനോട് എങ്ങനെ പെരുമാറുന്നു, ആ കഥാപാത്രത്തെ അയാൾ എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു, അയാളതെങ്ങനെ വളരെ നന്നായി ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് പക്ഷേ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യം. സീരിയലുകളോട് ഇങ്ങനെ തന്നെ തുടരും. ഇപ്പോൾ പല നിരോധിക്കണമെന്നൊക്കെ തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലരും പറയും ഒരു സൈഡിൽ കൂടെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ളത് താങ്കൾ ഇത്രയും നാൾ ഇവിടെ നിന്നതിൻ്റെ രീതിയിൽ? നമ്മൾ മാറ്റങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യം. നമ്മൾ കഥയ്ക്കും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ചില കാര്യങ്ങൾ ചിലർ അങ്ങനെ തന്നെ ചെയ്യുന്നു, മറ്റു ചിലർ മാറി ചിന്തിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും ആൾക്കാരുണ്ട് കേട്ടോ. പഴയതിനോടൊപ്പം പോകുന്നവരുമുണ്ട്, പുതിയത് എന്താണെന്ന് അറിയാനും ആഗ്രഹിക്കാനും അത് മനസ്സിലാക്കാനും പോകുന്നവരുമുണ്ട്. രണ്ടുപേർക്കും പ്രേക്ഷകരുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മുടെ സീരിയലുകൾ ഇപ്പോഴും നന്നായി പോകുന്നത്. കുറേ സീരിയലുകളൊക്കെ നമുക്കറിയാം, കണ്ട് ശീലിച്ച കഥകളും ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിന് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ തള്ളി പറയാൻ പറ്റില്ല. എന്നാൽ പുതുമയുള്ള വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള വളരെ പറയുന്നത് നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങളും സിനിമയും അല്ലെങ്കിൽ ഇത്തരം സിറ്റ്കോമുകളും അല്ലെങ്കിൽ ഈ സീരീസുകളൊക്കെ വരുന്നത് അതിനും പ്രേക്ഷകരുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരും 50 തരത്തിലുള്ളവരാണ്. അതിനെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് പേർ ഒന്നിന് ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർ മറ്റത് ഇഷ്ടപ്പെടും പക്ഷേ കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽപ്പെട്ട് നമ്മളിങ്ങനെ പോകുന്നു. നല്ലതും ചീത്തയും നമ്മൾ ഇടവും വലതും. നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ മലയോര പ്രദേശത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മല വെട്ടിത്തെളിച്ചിട്ടായിരിക്കും റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വലത് സൈഡിലാണ് ഇരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ വലത് സൈഡിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെട്ടിത്തെളിച്ച കുന്നുകളുടെ ഭാഗമായിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷേ ഇടതുവശത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ താഴ്വാരവും മഞ്ഞ് വരുന്നതും പൂക്കൾ വിടർന്ന് നിൽക്കുന്നതും കിളികൾ ഇങ്ങനെ പറന്നു പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇടത് വേണോ അല്ലെങ്കിൽ ഇടതും വലതും അല്ല, ഏത് വശത്ത് ഇരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിപ്പോൾ പാർട്ടിയാണെങ്കിലും മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് നമ്മളെന്താവണമെന്ന്. അങ്ങനെ നമ്മുടെ ചിന്തകൾ നന്നാവട്ടെ, നമ്മുടെ പ്രവൃത്തികൾ നന്നാവട്ടെ. താങ്ക് യു സോ മച്ച്.